നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വലിയ വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്ന ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 100 ഗ്രാം തന്നെ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ അൺസാൾട്ടഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കത് ഒരു ചൂടുള്ള പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് രീതിയിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളമൊന്നും പാടില്ല. അതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ട ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം കേട്ടോ എടുക്കാൻ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിസ്ക് എടുത്താലും മതി. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അതും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുഴുവൻ പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും, നല്ല വൈറ്റ് കളറിൽ കിട്ടും. ഇനി നമ്മളിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റും ബട്ടറും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂട് പാടില്ല കേട്ടോ. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കുന്നത് ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചൂട് പോയിട്ടുള്ള ഇത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൊടി ഉണ്ടല്ലോ, അതും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഇട്ട് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് കറക്കി എടുത്താൽ മതി കേട്ടോ. ഇതൊന്നങ്ങ് മിക്സായി കഴിഞ്ഞാൽ വന്നാൽ മതി. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മിക്സാക്കി എടുത്തിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ കേക്ക് മോൾഡാണ്. അതിൽ ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മാവിലും നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത്. കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 45 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണ ഇത് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലും അടച്ചു വെക്കാൻ പറ്റുന്ന നല്ലൊരു പാത്രത്തിൽ നമുക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ ഇറക്കി വെച്ചിട്ട് സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓവന് ഓരോന്നനുസരിച്ചിട്ടും കമ്പനി അനുസരിച്ചിട്ടൊക്കെ അതിൻ്റെ ടെമ്പറേച്ചറിലും ടൈമിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബ്രൗണിയുടെ മുകളിൽ ഇങ്ങനെയാണ് കേട്ടോ, കുറച്ചൊരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ താഴെയായിട്ട് നല്ലൊരു ഫഡ്ജി ആയിട്ടും അങ്ങനെയാണ് നമ്മുടെ ബ്രൗണിയുടെ ടെക്സ്ചർ വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അധികം ബ്രൗണിയിലും ഓയിലൊക്കെ ഔട്ട് ചേർത്തിട്ടുണ്ടാകുക. സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നമുക്ക് ബ്രൗണി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ബട്ടർ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബ്രൗണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലെ നല്ല രുചിയിലുള്ള ചോക്ലേറ്റ് ബ്രൗണി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്